9 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 2 മാസം മുമ്പ് വിവാഹം കഴിച്ച യുവാവിനെ ഭാര്യ കൊലപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് സംഭവം. ജിതേന്ദ്ര യാദവ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ചൂത് കളിച്ച് പണം നഷ്ടപ്പെടുത്തിയതിൽ പ്രകോപിതയായാണ് ഭാര്യ ജ്യോതി ഭർത്താവിനെ കഴുത്ത് ഞെരിച്ചു കൊന്നത്. തുടർന്ന് മാതാപിതാക്കളുടെ സഹായത്തോടെ ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു. ജ്യോതിയെയും മാതാപിതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജനുവരി 26-നാണ് ബറേലിയിലെ വാടക വീട്ടിൽ ജിതേന്ദ്ര യാദവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കൾ പരാതി നൽകുകയും മരണം ആത്മഹത്യയല്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തതോടെയാണ് സംശയം ഭാര്യയിലേക്ക് നീണ്ടത്. ഓൺലൈൻ ചൂതാട്ടത്തിൽ 20,000 രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ഭാര്യ ജ്യോതി ഇയാളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. തുടർന്ന് അച്ഛനെയും അമ്മയെയും വിവരമറിയിച്ച് ഇവരുടെ സഹായത്തോടെ വാടക വീട്ടിൽ മൃതദേഹം കെട്ടിത്തൂക്കുകയായിരുന്നു. സംഭവത്തിൽ ജ്യോതി, മാതാപിതാക്കളായ കാളിചരൺ, ചമേലി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒൻപത് വർഷത്തെ പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ നവംബർ 25-നാണ് ജിതേന്ദ്ര യാദവും ജ്യോതിയും വിവാഹിതരാകുന്നത്. ഇരുവരും വാടക വീട്ടിൽ ഒന്നിച്ചായിരുന്നു താമസം. കണ്ടക്ടറായിരുന്ന ജ്യോതി വിവാഹത്തിന് തൊട്ടു പിന്നാലെ പൂർവിക സ്വത്ത് വിൽക്കണമെന്നാവശ്യപ്പെട്ട് ജിതേന്ദ്രയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിന് വഴങ്ങാഞ്ഞതിനാൽ ജ്യോതിയും കുടുംബവും ജിതേന്ദ്രയ്ക്കും കുടുംബത്തിനുമെതിരെ സ്ത്രീധനപീഡന കേസുകൾ ഫയൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതാണ് ജിതേന്ദ്രയുടെ മരണത്തിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടാകാൻ കാരണമായത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 UP. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.